പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു മനുഷ്യന്റെ ഉറക്കം ഇബാദത്താക്കണമെങ്കിൽ മുത്തുനബി പഠിപ്പിച്ചു തരുന്ന മര്യാദ എന്താ? നബി ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ നാമ വഫീ യദിഹി ഗമറുൻ വലാ യഗ്സിലുഹു ഫഅസാബഹു ശൈഉൻ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നിങ്ങൾ ഭക്ഷണം കടിച്ചല്ലാന്റെ റസൂൽ എവിടെന്ന് പറയുകയാ, ഉറങ്ങുന്നതിന് മുമ്പ് ചെയ്യേണ്ട മര്യാദകളിൽ മുത്തുനബി എവിടെന്ന് പറയുകയാണ്, ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ശരീരത്തിൽ നിന്ന് കഴുകണമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഭക്ഷണം കടിച്ച ശേഷം കയ്യും വായും കഴുകിയിരിക്കണം. അവ വൃത്തിയായില്ലെങ്കിൽ രാത്രിയിൽ ഇടജന്തുക്കളുടെയും പ്രാണികളുടെയും ഉപദ്രവം നിനക്ക് ഏൽക്കാൻ സാധ്യതയുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവത്തോടെ ദീർഘവീക്ഷണത്തോടെ എനിക്കും നിങ്ങൾക്കും പഠിക്കുന്നതിന് വേണ്ടി സ്വന്തം ജീവിതത്തിലൂടെ ചെയ്തു കാണിച്ചു തരികയാണ്. ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കിടക്കുന്നതിന് മുമ്പ് നിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ ഉണ്ടോ എന്ന് നീ നോക്കണം. അത് നല്ലതുപോലെ നീ കഴുകി ശുദ്ധമാക്കണം. എന്തുകൊണ്ടെന്നറിയുമോ? ഇടജന്തുക്കളുടെയും പ്രാണികളുടെയും ഉപദ്രവം നിനക്ക് ഏൽക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നീ അതിനെ നല്ലതുപോലെ സൂക്ഷിക്കണേ എന്ന് പ്രവാചകൻ അവിടെ പറയുമ്പോ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്, വല്ലവനും കയ്യിന്റെ മേൽ നെയ്യ് എന്തെങ്കിലും ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പലരുടെ കയ്യിൽ അതാ നെയ്യുണ്ടാകാറുണ്ട്, അതുപോലെയുള്ള എന്തെങ്കിലും ഉണ്ടാകാറുണ്ട്. അത് നിനക്ക് അതാ അവസാനം രാത്രി അതേ അവസ്ഥയിൽ കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നിനക്ക് ഇടജന്തുക്കളുടെ ഉപദ്രവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കഴുകിക്കളഞ്ഞിട്ട് നീ കിടന്നുറങ്ങാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം